ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പത്രോസ് വളരെ സന്തോഷത്തോടുകൂടി ഈശോയോട് പറയുന്ന വാക്കുകൾ. ഏതാണ് സന്ദർഭം? ഈശോയുടെ രൂപാന്തരീകരണം കണ്ടപ്പോൾ ഈശോയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഇവിടെ ആയിരിക്കാം. ഞങ്ങൾ 3 കൂടാരം ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസിക്കാം. എവിടെയാണ്? ദൈവ സാന്നിധ്യത്തിൽ. പത്രോസ് അത്ഭുതം കണ്ടുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്നത് പലപ്പോഴും നമുക്കിന്നത് സാധിക്കുന്നില്ല. നോമ്പ് കാലത്തിൽ എൻ്റെ ഈശോ എന്നോട് കൂടുതൽ സമയം ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യും. അതുകൊണ്ടാണ് നോമ്പൊക്കെ തുടങ്ങുമ്പോൾ വൈദികർ പറയാറുണ്ടല്ലേ, കൂടുതൽ സമയം പ്രാർത്ഥിക്കണം, ഈശോയുടെ സന്നിധിയിൽ വന്നിരിക്കണം, സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. കാരണം നോമ്പുകാലം കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ട നിമിഷമാണ്. ഇതിൻ്റെ അർത്ഥം നോമ്പുകാലത്ത് മാത്രം ദൈവത്തെ ഓർക്കുക എന്നല്ല, ബാക്കി സമയത്ത് ദൈവത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല, മറിച്ച് എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതം എപ്പോഴും ധന്യതയുള്ളതായിട്ട് തീരും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുമായിട്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ, ഈശോയുമായിട്ട് എൻ്റെ കുടുംബത്തിലേക്ക്, ജോലി മേഖലകളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. സ്നേഹമുള്ളവരെ, പക്ഷേ പലപ്പോഴും നമുക്കിന്ന് ഇത് സാധിക്കുന്നില്ല. ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്കൊക്കെ പേടിയാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തെ കൂടെ കൊണ്ട് നടന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ പറ്റുമോ? പറ്റത്തില്ല. പല കാര്യങ്ങൾ ഞാൻ നോ പറയേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇതൊന്നും എനിക്കിഷ്ടമില്ല. ഈ ലോകത്തെയും ഈ ലോകമോഹങ്ങളെയും ആഗ്രഹിച്ച് അതിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ കൂടെ കൊണ്ട് നടന്നാൽ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, നീ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. ദൈവത്തെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ കൊണ്ട് നടക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും നിരാശ ഉണ്ടാവത്തില്ല. കാരണം ആരാ എൻ്റെ കൂടെയുള്ളത്? എൻ്റെ ഈശോ ഉണ്ട്. ഞാൻ പിന്നീട് നിരാശപ്പെടത്തില്ല. പിന്നീട് ഞാൻ വേദനിക്കുമോ? ഒരിക്കലും വേദനിക്കരുത്. കാരണം എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഞാൻ ആരെ കൊടുക്കും? ഈശോ നിനക്ക് തരുവാ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരിക, നീ ഇത് നോക്കിക്കോണം. അതേപോലെ തന്നെ പാപത്തിൽ വീഴുവോ? ഇല്ല. ഈശോയുടെ കൈ പിടിച്ച് നടക്കുന്നവൻ ഒരിക്കലും പാപത്തിന് അടിമപ്പെടത്തില്ല. അവൻ എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈശോയുടെ കരം പിടിച്ച് യാത്ര ചെയ്യാം. എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാം. സാധിക്കുന്നിടത്തോളം കൂടുതൽ സമയം ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട്, അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, സന്തോഷപ്രദമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.